നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തമിഴ്നാട് തേനിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. മരിച്ചത് കോട്ടയം കുറവലങ്ങാട് സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബിഷ് തോമസ് എന്നിവർ. മാങ്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ അയൽ സംസ്ഥാന തൊഴിലാളി മരിച്ചു. CPM അക്രമ പാർട്ടിയാണെന്ന് വീണ്ടും തെളിഞ്ഞതായി ഡീൻ കുര്യാക്കോസ് MP. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളെ രക്ഷിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞു വീണു. മുൻ MLA KV കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്നത് CPMന് മുഖത്തേറ്റ പ്രഹരമെന്നും ഡീൻ കുര്യാക്കോസ്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഡാം തുറന്നു. അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് സ്ലൂയിസ് വാൽവ് തുറന്ന്. അണക്കെട്ടിൽ ടണലിനു മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിൽ ഗതാഗത കുരുക്കും രൂക്ഷം. മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ ഒഴുക്ക്. വരും ദിവസങ്ങളിൽ തിരക്കിനെയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷ. വിശദമായ വാർത്തകൾ. തമിഴ്നാട് തേനിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. കോട്ടയം കുറവലങ്ങാട് സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബിഷ് തോമസ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 5:30ഓടെയാണ് അപകടം നടന്നത്. തേനി പെരിയകുളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാർ മിനി ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിൽ യാത്ര ചെയ്തിരുന്ന ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബിഷ് തോമസ് എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന ഷാജിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാറുമായി കൂട്ടിയിടിച്ച മിനി ബസ് റോഡിൽ മറിഞ്ഞു. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 18ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവർ തേനി മെഡിക്കൽ കോളേജിലും വത്തലകുണ്ട് ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. അപകടത്തിൽ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. മാങ്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ അയൽ സംസ്ഥാന തൊഴിലാളി മരിച്ചു. ആസാം സ്വദേശി ജയപാൽ മാണ്ടലാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. മാങ്കുളം ആനക്കുളം റോഡിൽ ബൈസൺ വാലി കയറ്റത്തിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കൊടും വളവുകളും കുത്തനെ കയറ്റവും നിറഞ്ഞ ഭാഗമാണിവിടം. റോഡിൽ സുരക്ഷാവേലി സ്ഥാപിക്കുന്നതിനായുള്ള നിർമ്മാണ സാമഗ്രികളുമായി വന്ന മിനി ലോറി കയറ്റത്തിൽ വെച്ച നിയന്ത്രണം നഷ്ടപ്പെട്ട് പിറകോട്ടുരുളുകയും തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന കാറിന്റെ പിൻഭാഗത്ത് ഇടിക്കുകയുമായിരുന്നു. മാങ്കുളം ടൗണിൽ നിന്നും ഇറക്കമിറങ്ങി വന്ന കാറ് ആദ്യം പാതയോരത്തെ ഓടയിൽ ചാടിയിരുന്നു. കാറ് ഓടയിൽ നിന്നും കയറ്റുന്നതിനായി അതുവഴി എത്തിയ മറ്റ് വാഹനയാത്രികരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിനിടയിലായിരുന്നു ലോറി മാങ്കുളം ഭാഗത്തേക്ക് കയറ്റം കയറി വന്നത്. കയറ്റത്തിന്റെ മുകൾ ഭാഗത്തെത്തിയതോടെ നിയന്ത്രണം നഷ്ടമായി ലോറി പുറകോട്ടുരുളുകയും ഓടയിൽ അകപ്പെട്ട് കിടന്നിരുന്ന കാറിന്റെ പിറകിൽ ഇടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറും ലോറിയും പാതയോരത്തെ കൃഷിയിടത്തിലേക്ക് പതിച്ചു. ലോറിയിലുണ്ടായിരുന്ന അയൽ സംസ്ഥാന തൊഴിലാളി ഈ സമയം ലോറിയുടെ അടിയിൽപ്പെട്ടു. അപകടശേഷം ഓടിക്കൂടിയ പ്രദേശവാസികൾ ചേർന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ലോറി ഉയർത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേരായിരുന്നു കാർ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. ഇതിൽ ഭാനു, വിജയശാന്തി എന്നിവർക്ക് പരിക്കേറ്റു. ലോറിയിലുണ്ടായിരുന്ന മറ്റൊരു അയൽ സംസ്ഥാന തൊഴിലാളിയായ ലിയോണിനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. മരിച്ച ജയപാലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. CPM അക്രമ പാർട്ടിയാണെന്ന് വീണ്ടും തെളിഞ്ഞതായി ഡീൻ കുര്യാക്കോസ് MP. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളെ രക്ഷിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞു വീണു. കോൺഗ്രസിന്റെ നിയമപോരാട്ടം ശരിയായിരുന്നു എന്ന് തെളിയിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്നത് CPMന് മുഖത്തേറ്റ പ്രഹരമാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഒടുവിൽ നീതി നടപ്പിലാവുകയാണ്. ഈ അവസരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി CPM നടത്തിയിട്ടുള്ള ആസൂത്രിതമായ എല്ലാ ശ്രമങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഈ സംഭവമുണ്ടായ ആ ഘട്ടം മുതൽ മുൻ MLA ശ്രീ കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് എന്ന് നമ്മളെല്ലാവരും പറയുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോഴാണ് CBI അന്വേഷണത്തിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും ഇതു സംബന്ധിച്ച് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും. അത് ശരിയായിരുന്നു ആ ശ്രമം എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേസ് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വളരെ ആശ്വാസകരമായ ഒരു സ്ഥിതിയാണ്. CPM അക്രമ പാർട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളെ പ്രത്യേകമായി സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട സത്യനാരായണനെയും അതുപോലെ ശ്രീ കൃഷ്ണേട്ടനെയും എല്ലാം സ്മരിക്കുന്നു. അവരുടെ പോരാട്ട വീര്യം, ആത്മവീര്യം എന്നും കേരളം സ്മരിക്കും. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം CPM നടത്താതിരിക്കാൻ
ഇത് ഈ കേസിൻ്റെ വിധി കാരണമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. ഇവിടെ ശ്രീ കുഞ്ഞിരാമൻ അടക്കം CPM-ൻ്റെ ഉന്നത നേതാക്കന്മാർ കേസിൽ നേരിട്ട് കണ്ണിയായി ആണ് ഈ കൃത്യം നിറവേറ്റിയിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് CPM-ൻ്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഡാം തുറന്നു. സ്ലൂയിസ് വാൽവ് തുറന്നാണ് അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ടിൽ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കുന്ന ജോലികളാണ് നടത്തേണ്ടതായുള്ളത്. അണക്കെട്ടിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നാണ് അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. അണക്കെട്ടിൽ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്ന ജോലികളാണ് നടത്തേണ്ടതായുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 10 മാസം മുമ്പ് ട്രാഷ് റാക്ക് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. അണക്കെട്ട് പരിസരത്ത് ഇതിനുവേണ്ടി സൂക്ഷിച്ചിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ട്രാഷ് റാക്ക് മാറ്റിസ്ഥാപിക്കുന്നത്. 1961 അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഇവിടെ നിന്നും നേര്യമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ മുഖത്തെ ട്രാഷ് റാക്ക് അക്കാലത്ത് സ്ഥാപിച്ചതാണ്. ഇടയ്ക്കിടെ തകരാറിലാകുന്ന ട്രാഷ് റാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തിരുന്നത്. കാലഹരണപ്പെട്ട ട്രാഷ് റാക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തുന്നത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ, മുതിരപ്പുഴ, കാക്കാസിറ്റി, പൊന്മുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 7 കിലോമീറ്റർ റോഡിൽ 5.75 കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ ബാക്കിയായുള്ളത്. 1.25 കിലോമീറ്റർ ഭാഗത്ത് 20 ലക്ഷം രൂപയ്ക്ക് പ്രവർത്തികൾ നടന്നുവരുന്നതായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് കാർഡ് ലഭ്യമാക്കുന്നതിനായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. രേഖകൾ ഇല്ലാത്ത 160 കുട്ടികളുടെ പട്ടിക അക്ഷയ ജില്ലാ പ്രൊജക്ട് മാനേജർക്ക് നൽകിയതായും അവർ പറഞ്ഞു. 2018 പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ ലൈഫ് മിഷൻ പട്ടികയിൽപ്പെട്ട 527 പേർക്ക് വഴിസൗകര്യവും കുടിവെള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയതായി ADM അറിയിച്ചു. ഇവർക്ക് നാളിതുവരെ ലഭിച്ച ധനസഹായം SDRF മാനദണ്ഡപ്രകാരം തുടർ സഹായത്തിന് അർഹരാണോ, ഇവരെ വൾണറബിൾ പട്ടികയിൽപ്പെടുത്തി സഹായങ്ങൾ നൽകുന്നതിനുള്ള സാധ്യത എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് ലഭ്യമാക്കാനും തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലെ ഏലകൃഷി 70% നശിച്ച സാഹചര്യത്തിൽ കർഷകർക്ക് ധനസഹായമായി കേന്ദ്രവിഹിതം 78,53,208 രൂപ AIMS പോർട്ടലിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും താമസിയാതെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് തുക വിതരണം ചെയ്യുമെന്നും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ അതുൽ S. നാഥ്, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ പാസാക്കിയിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ല് മലയോര കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢ അജണ്ടയെന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. വനം വകുപ്പിന് അമിത അധികാരം നൽകി ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നിലപാടാണിത്. ഉദ്യോഗസ്ഥരുടെ കാരുണ്യത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടി വരിക എന്ന സാഹചര്യത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. വിഷയത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വനനിയമം മൂലം ഈ കേരളത്തിലെ ജനവിഭാഗങ്ങൾ വളരെയേറെ പ്രതിസന്ധിയിലാവാണ്. പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള ആളുകൾ ഒരു വനപ്രദേശത്ത് കടക്കുന്നതിനോ വിറക്, പുല്ല് തുടങ്ങിയവ ശേഖരിക്കുന്നതിനോ വനപ്രദേശത്തൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നതിനോ പോലും അനുവദിക്കാത്ത വളരെ കിരാതമായ ഒരു നിയമമാണ് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ കേരള സംസ്ഥാന ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കുൽസിത ശ്രമങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് വനവിസ്തൃതിയിൽ ഏതാണ്ട് 24% വർധനവ് ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം വനംവകുപ്പിന് കൊടുക്കുന്ന ഈ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി വിവിധ തലങ്ങളിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നുള്ള ഒരു മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ക്യാബിനറ്റിലാണ് ഈ വനനിയമം ഇതിന്റെ കരട് അംഗീകരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം 11ാം ദിനത്തിൽ. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീമാണ് മുന്നിൽ. കട്ടപ്പന എസ്മാർട്ട്, കട്ടപ്പന ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന സറ കർട്ടൻസ് എന്നീ സ്ഥാപനങ്ങളാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിന്റെ 11ാം ദിനത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീമാണ് മുന്നിൽ. കട്ടപ്പന എസ്മാർട്ട്, കട്ടപ്പന ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന സറ കർട്ടൻസ് എന്നീ സ്ഥാപനങ്ങളാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്.
മത്സരം 11ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം 3635 ലൈക്സുമായി 1ാം സ്ഥാനത്ത്. കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് ടീം 3343 ലൈക്സുമായി 2ാം സ്ഥാനത്തും 1239 ലൈക്സുമായി കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ടീം 3ാം സ്ഥാനത്തുമാണ്. 788 ലൈക്സുമായി കട്ടപ്പന സെന്റ് ജോൺസ് ഫാർമസി ടീം 4ാം സ്ഥാനത്തും 560 ലൈക്സുമായി കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് 5ാം സ്ഥാനത്തും തുടരുന്നു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന 539 ലൈക്സുമായി 6ാം സ്ഥാനത്തും ചേറ്റുകുഴി നസ്രത്ത് മാർത്തോമ ചർച്ച് ടീം 521 ലൈക്സുമായി 7ാം സ്ഥാനത്തും വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ടീം 425 ലൈക്സുമായി 8ാം സ്ഥാനത്തുമാണ്. കാഞ്ചിയാർ സെന്റ് പീറ്റേഴ്സ് CSI ചർച്ച് ടീം 157 ലൈക്സുമായി 9ാം സ്ഥാനത്തും വെള്ളയാങ്കുടി ബദേൽ മാർത്തോമ ചർച്ച് ടീം 155 ലൈക്സുമായി 10ാം സ്ഥാനത്തും തുടരുന്നു. കട്ടപ്പന പവർ ഇൻ ജീസസ് ടീം 134 ലൈക്സുമായി 11ാമതും 108 ലൈക്സുമായി കട്ടപ്പന YMCA ടീം 12ാം സ്ഥാനത്തും ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ടീം 105 ലൈക്സുമായി 13ാം സ്ഥാനത്തും തുടരുന്നു. സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ടീം 26 ലൈക്സുമായി 14ാമതും കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ചർച്ച് ടീം 18 ലൈക്സുമായി 15ാമതും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് 13 ലൈക്സുമായി 16ാം സ്ഥാനത്തുമാണ്. 29 വൈകിട്ട് 5 വരെയുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ഗാനം ആലപിച്ച ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന 10,001 രൂപയും രണ്ടാമതെത്തുന്ന ടീമിന് കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും മൂന്നാമതെത്തുന്ന ടീമിന് കട്ടപ്പന സെറ കട്ടൻസ് നൽകുന്ന 5,001 രൂപയും സമ്മാനമായി നൽകുന്നു. പാറത്തോടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനും കുറ്റകൃത്യ പ്രവണതകൾക്കുമെതിരെ പാറത്തോട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കമ്പിളികണ്ടം ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടി SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. SNDP രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഖത്തിന്റെ ഇടയിൽ സൂക്ഷിക്കാവുന്ന മയക്കുമരുന്ന് പോലും ഇന്ന് വളരെ പ്രചാരമാണ്. സിന്തറ്റിക് ഐറ്റത്തിൽ വരുന്ന സിന്തറ്റിക് ഗണത്തിൽ വരുന്ന മയക്കുമരുന്നുകൾ ഇന്ന് ഇടുക്കിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. പണ്ടൊക്കെ ഈ സിന്തറ്റിക് മയക്കുമരുന്നുകൾ അത് ഉപയോഗിച്ചിട്ടിരുന്ന സെലിബ്രിറ്റികളാണ്. നിങ്ങൾക്കറിയാം, സിനിമയുമായി ബന്ധപ്പെട്ടവർ, കലാമേഖലയുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അത് മിഠായിയുടെ രൂപത്തിലും സ്റ്റാമ്പിന്റെ രൂപത്തിലും വ്യത്യസ്തങ്ങളായ മറ്റു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രീതിയിലൊക്കെ കടന്നു വരികയാണ്. കമ്പിളികണ്ടത്തു നിന്നും പാറത്തോട്ടിലേക്ക് ദീപം തെളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലിയും നടന്നു. ആർക്കുമെതിരായിട്ടുള്ള ഒരു ജ്വാലയല്ല. ഈ മദ്യവും മാഫിയ സംഘങ്ങൾക്കും അമ്മയും പെങ്ങളും എല്ലാം ഉള്ളവരാണ്. അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും സുരക്ഷിതമായി ഇതിനെ കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ധാർമ്മികമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടുവരുന്ന ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക ബോധത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളും ആ ധർമ്മത്തെ കർമ്മപഥത്തിലെത്തിക്കുവാൻ, നല്ല ഒരു പാറത്തോടിനെ സൃഷ്ടിക്കുവാൻ, നന്മയുടെ ഒരു പാറത്തോടിനെ സൃഷ്ടിക്കുവാൻ ഏത് സന്ധിക്കും ബലകാലിക്കും നമ്മുടെ കുടുംബങ്ങളെ സ്ത്രീജനങ്ങൾക്ക് സ്വൈര്യമായി മയക്കുമരുന്നിന്റെയും വ്യാജമദ്യത്തിന്റെയും ഉപയോഗം പ്രദേശത്ത് വർദ്ധിച്ചതിനാൽ കുടുംബങ്ങളിലും സമൂഹത്തിലും വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ഈ പ്രദേശത്തുണ്ടാകണമെന്ന് പാറത്തോട് ഫെറോന ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് പരിപാടി നടത്തിയത്. ഒന്നാമതായി പോലീസ് അധികാരികൾ ജാഗ്രത പുലർത്തണം. അവർ കുറച്ചുകൂടെ നിസ്സംഗത വെടിഞ്ഞ് ഗൗരവമായി പ്രവർത്തിക്കണം എന്നാവശ്യപ്പെടുക. രണ്ടാമതായി ഈ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം അവർ തന്നെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ജനം സംഘടിതമായി ചെറുക്കാൻ നിർബന്ധിതരായിത്തീരുമെന്ന മുന്നറിയിപ്പ് നൽകുക. മൂന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന തലമുറയെ കുറച്ചുകൂടെ ജാഗ്രതയോടെ സൃഷ്ടിക്കാൻ മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുക. ഇവയെല്ലാമായിരുന്നു ഈ ജാഥയിലെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ഈ പാറത്തോട്ടിൽ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഒരു പോലീസ് സേനയുടെ സഹായം ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. വെള്ളത്തൂവലാണ് പോലീസ് സ്റ്റേഷൻ.
വളരെ വിദൂരമായൊരു സ്ഥലമായതുകൊണ്ട് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് എങ്കിലും വേണം എന്ന ആവശ്യം ഈ ജാഥയിൽ നിന്നുണ്ടായി. പാറത്തോട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും ജനകീയ സമിതി ചെയർമാനുമായ രാജു വീട്ടിക്കൽ, ജനകീയ കൂട്ടായ്മയുടെ ജനറൽ കൺവീനർ ബിജു വള്ളോംപുരയിടം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പള്ളിവാതുക്കൽ, തെള്ളിത്തോട് ഇടവക വികാരി ഫാദർ സൈച്ചു പുത്തൻപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി വട്ടക്കുഴിയിൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മൽക്ക തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വലിയപാറ സുലഭം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ഇറിഗേഷൻ വകുപ്പിന്റെ 25 ലക്ഷവും നഗരസഭയുടെ 20 ലക്ഷം രൂപയും മുടക്കിയാണ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇതോടെ വലിയപാറ മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന മേഖലയായിരുന്നു കട്ടപ്പന നഗരസഭയിലെ വലിയപാറ. ഇതിന് ശാശ്വത പരിഹാരമായിട്ടാണ് സുലഭം കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 7, 10 വാർഡുകളിലെ ജനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇറിഗേഷൻ വകുപ്പിന്റെ 25 ലക്ഷവും നഗരസഭയുടെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ചുള്ള കുളം, കുഴൽക്കിണർ നിർമ്മാണം പൂർത്തീകരിച്ചു. തുടർന്ന് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി 2 കുഴൽക്കിണർ കൂടി നിർമ്മിക്കുന്നതിന് 10 ലക്ഷം രൂപയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ലഭ്യമാക്കും. ഇതോടെ 45 ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതിയാണ് വലിയപാറ നിവാസികൾക്കായി ഒരുങ്ങിയിരിക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ പണം കണ്ടെത്തിയാണ് പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുപ്പ് നടത്തിയത്. നിലവിൽ നമുക്ക് വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകും എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട വെള്ളയാങ്കുടി വികാരിയച്ഛനുമായി സംസാരിച്ച് പാതുവാപുരം പള്ളിയുടെ കുമ്പളങ്കവലുള്ള പള്ളിയുടെ സമീപത്ത് ഒരു ബോർവെൽ സ്ഥാപിക്കുകയും ആ ബോർവെൽ ഈ കുളത്തിലേക്ക് കണക്ട് ചെയ്യാനുണ്ടായത്. ഇതിന് ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞ വലിയപാറ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഒരുപാട് ജലക്ഷാമം രൂക്ഷമുള്ള പ്രദേശമാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് 2.5 കിലോമീറ്ററോളം പമ്പിംഗ് ലൈനിലാണ് വലിയപാറ കുരിശുമലയിലുള്ള ടാങ്കിലേക്ക് ഈ വെള്ളം എത്തിച്ചേരുന്നത്. അവിടെ നിന്നും സബ് ടാങ്കുകൾ വെച്ചുകൊണ്ട് ആ സബ് ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് അവിടെ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാതുവാപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ സമീപത്തായിട്ടാണ് കിണറും കുഴൽക്കിണറും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഹോസ് മുഖേന വലിയപാറ കുരിശുപള്ളിയിൽ നിർമ്മിച്ചിരിക്കുന്ന 30,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കിലേക്കും അവിടെ നിന്നും 5ഓളം സബ് ടാങ്കുകളിലേക്കും വെള്ളം എത്തും. തുടർന്നാണ് ഉപഭോക്താക്കൾക്കായി വിതരണം ചെയ്യുന്നത്. 100-ലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നഗരസഭാ കൌൺസിലർമാരായ രാജൻ കാലാച്ചിറ, സിജു ചക്കുമൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച 2 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. പള്ളിവാസൽ പഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല റോഡ് കുണ്ടും കുഴിയുമായി നാട്ടുകാരുടെ നടുവൊടിക്കുന്നു. റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തങ്ങൾ ദിവസവും വലിപ്പമാർജിക്കുന്ന സ്ഥിതിയാണുള്ളത്. സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത്. മാങ്കുളം, കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ നിന്നും അടിമാലിയിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്ന പാതയുടെ ഭാഗമാണ് പീച്ചാട് പ്ലാമല റോഡ്. പീച്ചാട് മുതൽ പ്ലാമല സിറ്റി വരെയുള്ള 2 കിലോമീറ്ററിനടുത്ത റോഡാണ് യാത്രാക്ലേശം സമ്മാനിക്കുന്നത്. നിലവിൽ ഈ റോഡ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുകയാണ്. റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തങ്ങൾ ദിവസവും വലിപ്പമാർജിക്കുന്ന സ്ഥിതിയാണുള്ളത്. സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത്. സ്വകാര്യ ബസ്സും KSRTCയുടെ ഉല്ലാസയാത്രാ ബസ്സുകളും ഇതുവഴി കടന്നുപോകുന്നു. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട്. ഇതുവഴി എത്തുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. പീച്ചാട് നിന്നും കൊരങ്ങാട്ടി വഴി അടിമാലിയിലേക്കും അതുപോലെ തന്നെ മച്ചുപ്ലാവിലേക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ പോകുവാൻ പറ്റുന്ന ഒരു പാതയാണിത്. ഇതിൽ പീച്ചാട് തുടങ്ങി പ്ലാമല വരെ വളരെ മോശമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് 2-3 വർഷം മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയെങ്കിലും 6 മാസത്തിന് അകം തന്നെ അത് പൊളിഞ്ഞു പോവുകയും അതിന് വിജിലൻസ് കേസ് തുടങ്ങി നിരവധി കേസുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കെ ഇതിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും MLA ഫണ്ടിൽ നിന്നുമൊക്കെ ഫണ്ടുകൾ അനുവദിച്ചു എന്ന് പറയപ്പെടാൻ തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആയി. ഇതെന്താണേലും ഇതുവരെ ഈ റോഡ് ദൈനംദിനം കുഴികൾ വലുതാകുകയും യാത്രാക്ലേശം വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ആനക്കുളം തുടങ്ങിയുള്ള ടൂറിസം മേഖലയിലേക്കും കോട്ടപ്പാറ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ നിരവധി വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന ഈ മേഖലയിൽ എത്രയും വേഗം സാധാരണക്കാരായ ആളുകൾക്കും ഒരു ആശുപത്രി തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണ ജോലികൾ നടത്തി ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് യാത്ര സുഗമമായി പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഈ റോഡ് പൂർണ്ണതോതിൽ ടാറിംഗ് നടത്തി യാത്രായോഗ്യമാക്കിയിട്ട് നാളുകളായെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട്. മാങ്കുളത്തേക്ക് എത്തുന്ന നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു. റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും കുഴികളടച്ച് യാത്ര സുഗമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം.
സംസ്ഥാനതല രണ്ടാമത് മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് രാജാക്കാട്ടിൽ തുടക്കമായി. രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാജാക്കാട് CI വിനോദ് കുമാർ വി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക വിനോദത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട അനാരോഗ്യകരമായ ജീവിത പ്രവണതകൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുന്നതിന് ഈ മത്സര ഇനവും സഹായിക്കും. സംഘാടക സമിതി കൺവീനർ VS ബിജു മുഖ്യപ്രഭാഷണം നടത്തി. 13 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് മിനി ത്രോബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ അഡ്വക്കേറ്റ് നിഷാമോൾ AM, ത്രോബോൾ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം ഷാഹുൽ ഹമീദ്, കേരള ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി TP ബഷീർ, ട്രഷറർ PR മുഹമ്മദ്, ജോഷി കന്യാക്കുഴി, ടൈറ്റസ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടി ഇടുക്കി ജില്ലാ ടീം. 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് ഇടുക്കിയിലെ 50ഓളം വരുന്ന ടീം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. ഡിസംബർ 8-ന് കോട്ടയം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന JKMO ഇന്ത്യൻ ഷോട്ടോഗാൻ കരാട്ടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ഇടുക്കിയിൽ നിന്നും മത്സരിച്ച വിദ്യാർത്ഥികൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കിയത്. വിവിധ ജില്ലകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് മേരികുളം, കട്ടപ്പന, വണ്ടിപ്പെരിയാർ തുടങ്ങിയ വിവിധ സ്കൂളുകളിൽ നിന്നും വിദഗ്ധ പരിശീലനം നേടിയ 43 വിദ്യാർത്ഥികളാണ് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ചത്. ചീഫ് ഇൻസ്ട്രക്ടർ ഡിനിറ്റ് K ജോസഫിന്റെ പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ നേട്ടം കരസ്ഥമാക്കിയത്. കോട്ടയത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന JKMO ഇന്ത്യ ഷോട്ടോഗാൻ കരാട്ടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ല ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കി 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഇടുക്കി ജില്ലയിൽ നിന്ന് 43ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ഏകദേശം വിവിധ മത്സര ഇനങ്ങളായി 55 പ്രൈസോളം കുട്ടികൾ കരസ്ഥമാക്കുകയും അങ്ങനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഇടുക്കി ജില്ല 1ാം സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു. രാപ്പകലില്ലാതെയുള്ള കഠിന പരിശീലനവും മികച്ച രീതിയിൽ കരാട്ടെ പരിശീലനത്തിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ മേൽനോട്ടവുമാണ് ഇത്തരമൊരു നേട്ടം വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ചെറിയ ക്ലാസ് മുതൽ മുതിർന്ന ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുത്ത വിജയികളാവുന്നത്. സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കട്ടപ്പനയിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യാതിഥിയായിരുന്നു. ജലം ജീവിതമെന്ന പ്രൊജക്റ്റിൽ ജലസംരക്ഷണം എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ട് നടത്തിയ ഹായ് വെള്ളം എന്ന തെരുവ് നാടകമാണ് കട്ടപ്പനയിൽ അവതരിപ്പിച്ചത്. മനുഷ്യൻ കാട് വെട്ടി നാടാക്കി ധാന്യം വിളയിക്കുന്നത് ഇവിടെയാണ്. അതിനെ അണുക്കളായി, കീടമായി, തൊരപ്പനായി, കളയായി നശിപ്പിക്കാൻ ഇനി അനുവദിക്കില്ല. ക്രിമികീടങ്ങളെ നശിപ്പിച്ച് കൃഷി വളർത്താൻ എന്നെ അയച്ചതാണ്. നീ വാ, അതിന് നിന്റെ കൂട്ട് അതെനിക്ക് വേണം. നിന്നോട് തൊഴുകിപ്പറന്ന് എനിക്ക് മനുഷ്യനെ സഹായിക്കണം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യ അതിഥിയായിരുന്നു. നമ്മൾ കട്ടപ്പന നഗരസഭയിൽ നിങ്ങൾ സേനാപതിയിൽ നിന്നും വന്ന് തെരുവ് നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരിക എന്നുള്ളതാണ്. ക്യാമ്പിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് പൂപ്പാറ അങ്കണവാടിയിൽ വെച്ച് സംഘടിപ്പിച്ചു. കുരുവിള സിറ്റിയിൽ കടകളിലും വീടുകളിലും ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പൂപ്പാറ ഗവൺമെന്റ് LP സ്കൂൾ പരിസരം, കുട്ടികളുടെ ഗാർഡൻ എന്നിവ നവീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു പോൾ, പ്രോഗ്രാം ഓഫീസർ ബിനു മാത്യു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ്. വരും ദിവസങ്ങളിൽ തിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. വട്ടവട, മറയൂർ, മാങ്കുളം തുടങ്ങിയ ഇടങ്ങളിലേക്കും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്.
മാട്ടുപ്പെട്ടി, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ, രാജമല തുടങ്ങി മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഇത്തവണയും ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി. நல்லா இருக்குது கிளைமேட் எல்லாம். ஆனால் ஒரே இஷ்யூ என்னன்னு கேட்டிங்கன்னா, இங்கே டிராஃபிக் அதிகமாகிடுச்சுன்னா பார்க்கிங் பிரச்சனை ஒன்று இருக்குது. அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் கவர்மெண்ட் வந்து கொஞ்சம் ஏதாவது ஃபெசிலிட்டி பண்ணி கொடுத்தாங்கன்னா கரெக்டாக இருக்கும். மற்றபடி நல்லா இருக்குது. அந்த பீஸ்ஃபுல்லாகவும் கிளைமேட் நல்லா இருக்குது, ப்ளசண்ட்டாக இருக்குது. மற்றபடி எந்த பிரச்சனையும் இல்லை. இந்த ஒரே ஒரு இஷ்யூ பார்க்கிங் இஷ்யூ மட்டும்தான். அது மட்டும் கொஞ்சம் கிளியர் பண்ணி கொடுத்துட்டாங்கன்னா, ப்ளஸ் அந்த போலீஸ்லாம் வந்து கொஞ்சம் இருக்கணும். அங்கங்கே வந்து பார்க்கிங் ஆகும்போது கொஞ்சம் கிளியர் பண்ணி விடுறதுக்கு வந்து போலீஸ் இல்லை. அது மட்டும் நீங்கள் கொஞ்சம் பண்ணி கொடுத்தா கரெக்டாக இருக்கும். ഏറെ സമയം സഞ്ചാരികൾ റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയുണ്ട്. മൂന്നാറിൽ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമില്ല. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവിടെ നിന്ന് ആനച്ചാലിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നത് തന്നെ എനിക്ക് തോന്നുന്നൊരു ഞാനൊരു അരമണിക്കൂർ ട്രാഫിക് കിടന്നു. നല്ല രീതിയിൽ നല്ല ബ്ലോക്കുണ്ട് ഇവിടുത്തെ. ഇത് ഈ മാട്ടുപ്പെട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം. മാട്ടുപ്പെട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കിടന്നിട്ട് 4 മണിക്കൂർ മാട്ടുപ്പെട്ടി ഇതിൻ്റെ മുകളിൽ പാലത്തിന് മുകളിൽ കിടന്നിട്ടുണ്ട്, ഡാമിന് മുകളിൽ. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ വേണ്ടവിധം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതും തിരക്കേറുന്ന സമയങ്ങളിൽ പ്രതിസന്ധിയാകുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും ഏകദേശം 3 മണിക്കൂറോളം മൂന്നാർ ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് പെട്ട് കിടന്നു. ശരിക്കും മൂന്നാർ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാർ എന്തുകൊണ്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഒരു പ്ലേസാണ്. കാരണം ക്ലൈമറ്റ് വളരെ നല്ലതാണ്. നല്ല ഒത്തിരി തേയിലത്തോട്ടങ്ങളുണ്ട്. ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ ബോർഡറാണ്. എയർപോർട്ട് അക്സസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു മൂന്നാറിന് മുന്നോട്ട് പറയാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് വളരെ അടിയന്തരമായി സോൾവ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ട്രാഫിക്. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിൽ രാത്രി വൈകിയെത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം ലഭിക്കാതെ പോകുന്ന സ്ഥിതിയുണ്ടായി. പുതുവത്സരാഘോഷം അടുത്തതോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും മുറികൾ പൂർണ്ണമായി തന്നെ സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ദേശീയപാതയിൽ വളറ മുതൽ നവീകരണ ജോലികൾ നടക്കുന്നതും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാ ലേല വിവരം. ആകലോട്ട് 156. വിൽപ്പനയ്ക്ക് വന്നത് 35,998. വിൽപ്പന നടന്നത് 35,131. കൂടിയ വില 3055. ശരാശരി വില 2898. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ. ഏലം കൂടിയ വില 2800. ഏലം ശരാശരി വില 2500. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 925. കൊക്കോ 150. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7135 രൂപ. വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാട് തേനിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. മരിച്ചത് കോട്ടയം കുറവലങ്ങാട് സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബിഷ് തോമസ് എന്നിവർ. മാങ്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ അയൽ സംസ്ഥാന തൊഴിലാളി മരിച്ചു. CPM അക്രമ പാർട്ടിയാണെന്ന് വീണ്ടും തെളിഞ്ഞതായി ഡീൻ കുര്യാക്കോസ് MP. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളെ രക്ഷിക്കാൻ CPM നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞു വീണു. മുൻ MLA KB കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്നത് CPM-ന് മുഖത്തേറ്റ പ്രഹരമെന്നും ഡീൻ കുര്യാക്കോസ്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി ഡാമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഡാം തുറന്നു. അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് സ്ലൂയസ് വാൽവ് തുറന്ന്. അണക്കെട്ടിൽ ടണലിനു മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു.
ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിൽ ഗതാഗത കുരുക്കും രൂക്ഷം. മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ ഒഴുക്ക്. വരും ദിവസങ്ങളിൽ തിരക്കിനെയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.